കര ഒരുപാട് വന്നു. മറ്റേതാണ്ട് ഈ ഭാഗം വരെയൊക്കെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം വരെയൊക്കെ കടൽ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പം മണ്ണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന സമയമാണ്. ഇവിടെ ആലപ്പുഴ കടപ്പുറമാണ്. ഇവിടെ ഒരുപാട് ആളുകൾ എല്ലാ ദിവസവും കണക്ക് വന്ന് പോയിക്കൊണ്ടിരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ കൊറോണയൊക്കെ ആയത് കാരണമായിരിക്കാം അധികം ആളൊന്നുമില്ല. ഇവിടെയൊക്കെ കടൽ കയറി വരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ മണ്ണ് ഈ സമയത്ത് കൊണ്ടുവന്ന് ഇങ്ങോട്ട് നിക്ഷേപിച്ചിരിക്കുകയാണ് കടൽ. ഇനി ഇത് കുറേ കഴിയുമ്പോൾ ഇത് എടുത്തുകൊണ്ട് പോയി ഈ മണ്ണ് മുഴുവൻ തിരിച്ചെടുത്തുകൊണ്ട് പോകും. അങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ. അപ്പോൾ വളരെ കുഞ്ഞുനാളിൽ ആദ്യം ഞാനിവിടെ എൻ്റെ ചാച്ചനും അമ്മച്ചിയൊക്കെ ആയിട്ട് കുഞ്ഞിലെ ഇവിടെ വന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം വളരെ കുഞ്ഞായിരിക്കുമ്പോഴാണ്. അന്ന് വെള്ളത്തിലിറങ്ങാൻ എനിക്ക് വലിയ പേടിയാണ്. എന്നെ ഇങ്ങനെ കയ്യിൽ തൂക്കി പിടിച്ച് ഇങ്ങനെ നിർത്തുമ്പോൾ ഞാൻ കാല് രണ്ടും പൊക്കി കളയും. അങ്ങനെ വളരെ ഭയന്ന് പേടിച്ച് നിലവിളിച്ചാണ് ഞാൻ അന്ന് ഇവിടുന്ന് തിരിച്ചു പോയത്. പിന്നീട് ഒരുപാട് പ്രാവശ്യം ഈ കടപ്പുറത്ത് കുറച്ചുകൂടെ ഒറ്റയ്ക്ക് നമ്മൾ സൈക്കിളിലൊക്കെ വരുന്നത് 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ സ്ഥിരം ഇവിടെ വരാനും കടലിൽ ഇറങ്ങാനും ഒക്കെ ആയിട്ട് എനിക്കൊരുപാട് താല്പര്യവും ഇഷ്ടമൊക്കെ ഉണ്ടായി. അങ്ങനെ അന്ന് മുതൽ ഞാൻ എൻ്റെ പഠനകാലത്ത് ക്ലാസ്സിൽ പോയതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഞാൻ ഈ കടപ്പുറത്തായിരിക്കും ചിലവഴിച്ചിട്ടുള്ളത്. അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ കടപ്പുറം. ഞാനെപ്പം ഇവിടെ വന്നാലും ഈ കടലിൻ്റെ ഇവിടെ വരാതെ ഞാൻ പോവുക അപൂർവമായിട്ടേ അങ്ങനെ ഒന്ന് സംഭവിക്കത്തുള്ളൂ. കാരണം അത്രയ്ക്ക് സ്നേഹമാണ് ഈ കടപ്പുറം എന്ന് പറയുന്നത്. ഞാൻ 2000-ൽ എനിക്ക് തോന്നുന്നു 99 ഡിസംബറിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. 2000 ഡിസംബറിൽ ഞാൻ ഇവിടെ മറീന ബീച്ചിൽ നിൽക്കുമ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവിടെ മീൻ വറുത്തതൊക്കെ ഞാനൊരു മീൻ ഓർഡർ ചെയ്യാം, വറുത്തതൊരെണ്ണം മേടിച്ച് കഴിക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സ്റ്റാളിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ അവിടെ പെട്ടെന്ന് കടൽ കയറി വരുന്നത് പോലെ ഒരു വല്ലാത്തൊരു ഫീലിങ്. ഞാനവിടെ ചോദിക്കളഞ്ഞു. അപ്പോൾ ഒരുപക്ഷെ ആ മീൻകാരൻ എന്നെ തെറി പറഞ്ഞിട്ടുണ്ടാവാം, ചീത്ത വിളിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. പിന്നെ അവിടുന്ന് പിറ്റേ ദിവസം തന്നെ ഞാൻ ബാംഗ്ലൂർക്ക് പോവുകയായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് അവിടെ മറീന ബീച്ചിൽ കടൽ കയറിയിരുന്നത്. എനിക്ക് തോന്നിയായിരിക്കാം അന്ന് ഞാൻ വല്ലാതെ പേടിച്ചു പോയി. പെട്ടെന്ന് ഇങ്ങനെ കടലിങ്ങനെ പൊങ്ങി ഇങ്ങനെ കയറി വരുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ആ മീൻകാരന് പൈസ കൊടുക്കാതെ ഞാൻ ഓടുക മറ്റുമായിരുന്നു. ഒറ്റയ്ക്കായിരുന്നു ഞാൻ. അന്നെനിക്ക് അത്ര നല്ല മൊബൈൽ ഫോണൊന്നും ഇല്ല, ഒരു സാധാരണ മൊബൈൽ ഫോണാണുള്ളത്. അന്ന് യൂട്യൂബ് ഉണ്ടായിരുന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ അതിൻ്റെ ചരിത്രമൊന്നും ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ എൻ്റെ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് ആലപ്പുഴ ബൈപ്പാസ്. അപ്പോൾ ആ ബൈപ്പാസാണ് ഇവിടെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ആലപ്പുഴ ബൈപ്പാസ്. അതാണ് ആകാശത്തു കൂടി ഇങ്ങനെ പോകുന്നത്. കേട്ടോ, അതിൻ്റെ മേളിൽ കൂടി ഇപ്പോൾ ഒരു ട്രെയിൻ പോകുന്നുണ്ട്. അപ്പം ഈ വളരെ വിദഗ്ധമായിട്ട് അധികം എൻജിനീയറിങ് വൈഭവങ്ങളല്ല അല്ലെങ്കിൽ മെഷീനറീസുകളൊന്നും അധികം ഇല്ലാതിരുന്ന ഒരു കാലത്ത് രാത്രിയിൽ തിരയില്ലാത്ത സമയത്താണ് ഈ കുറ്റികൾ ഇവിടെ അടിച്ചത്. ഈ കടൽപ്പാലത്തിന് വേണ്ടിയിട്ട് ഈ കുറ്റികൾ ഇവിടെ അടിക്കുന്നത്. ഇതിനെ വളരെ ബോധപൂർവം നശിപ്പിച്ച് മാറ്റുകയാണ്. ഇതിൻ്റെ ഇരുമ്പ് ഗർഡറുകളെല്ലാം ഇവിടെയുള്ള ആക്രിക്കാർ വന്ന് തല്ലിപ്പൊളിച്ച് വള്ളത്തെ നിന്ന് തല്ലി അടിച്ച് പൊട്ടിച്ച് കൊണ്ടുപോയി വിൽക്കുകയായിരുന്നു. നിങ്ങൾ ലോകത്ത് ഏത് രാജ്യത്ത് ചെന്നാലും അവിടുത്തെ പഴയ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം അവർ വളരെ കാര്യമായിട്ട് സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് വോട്ടിൻ്റെ ദിവസമായ ഈ ദിവസം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വോട്ടിൻ്റെ ദിവസമായത് കാരണം നമ്മൾ ആളുകളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുമ്പം അത് നമ്മൾ നമ്മുടെ നാടിനും സമൂഹത്തിനുമൊക്കെ നമ്മുടെ പാരമ്പര്യത്തിനും സംസ്കാരത്തിനുമൊക്കെ ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നവരായിരിക്കണം. എന്നെ ഇവർ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് മാറിയത്. ലൈഫ് ഗാർഡുകൾ വിളിക്കുന്നുണ്ട്. എന്ത് പറ്റി ചേട്ടാ? ആ അല്ലേ, കണ്ടില്ലേ? ഇത് എന്ത് പറ്റിയിട്ടാ ഇത്? കൊറോണയുടെ ഇതിലാണ് ആണല്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ വിളിക്കുന്നത് ആണല്ലേ? ക്ഷമിക്കുക, സോറി കേട്ടോ.
ഞാനത് ശ്രദ്ധിച്ചില്ല, ഞാൻ കണ്ടില്ല നിങ്ങൾ.